സ്ത്രീയാണ് ഭാഗ്യം. എന്താ പറ്റിയേ? വഴിക്ക് വെച്ച് കാല് വെക്കൊന്ന് വീണു. നടുവിന് വല്ലാത്ത വേദന വൈദ്യരെ. നടുവിനാണ്. ആ, അകത്ത് കയറി ഇരിക്കുക. 1 മിനിറ്റ്, ഞാനിപ്പ വരാ. ആ, ഒന്നും പേടിക്കണ്ട. ഈ മരുന്ന് നടുവിന് പെരട്ടിയാലേ നടുവേന അങ്ങോട്ട് പമ്പ അടക്കും. നടുവേനയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കിയ സാധന. എന്താ ഇത്? കുറച്ചങ്ങോട്ട് മാറിക്ക. രോഗി കുറച്ച് വെട്ടോ വിളിച്ചോ കിട്ടട്ടെ. മാറിക്ക. ആ, അതെ, നടുവേദന മാറാൻ നിങ്ങൾ തടവി കൊടുക്കണമെന്നില്ല. അവര് തടവിയാലും മാറും. ആ, നിങ്ങൾ ഈ മരുന്നെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി തടവി കൊടുത്താൽ മതി. ശരിയാ വൈദ്യരെ, അതാ നല്ലത്. എന്താ? ഏയ്, ഒന്നുമില്ല. അതെ, ഒന്ന് നിന്നേ. ഈ മരുന്ന് കൊണ്ട് ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാവും. എന്നാലും അടുത്ത ആഴ്ച വരണം, മറക്കണ്ട. നടു എന്താ ചെയ്യ, ഭാഗ്യമില്ലണ്ടായി പോയി. ആ മുദേവിയെ അടുത്ത ആഴ്ച എങ്ങടെങ്കിലും കെട്ടിക്കണം. ആ, രാവിലെ മോഹിച്ചത് വെറുതെ ആയി. ആ, അടുത്ത ആഴ്ച നിനക്ക് എങ്ങടാ പോണെന്ന് പറഞ്ഞല്ലോ? ആ, അമ്മാവന്റെ വീട് വരെ. അങ്ങനെ ഇപ്പൊ ഞാൻ പോണില്ല. ഒരു തവണ നടുവേദനയ്ക്ക് തടവാൻ വന്നപ്പോഴാ നിങ്ങൾ എന്നെ കൊണ്ട് മുങ്ങിയത്. ആ കഥ കൂടുതൽ പറഞ്ഞു തരണ്ടല്ലോ ഞാൻ. വേണ്ട. ആ, മദ്യ ഇനത്തിൽ സർക്കാരിന്റെ ഖജനാവിലേക്ക് കോടികളുടെ ലാഭം. 3 നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും 2 പെഗ് ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരല്ലേ നമ്മുടെ കേരളത്തിലുള്ളത്. അത് പറയരുത് മെമ്പറെ. ഈ മദ്യം കൊടുക്കുന്നതും നിങ്ങളുടെ സർക്കാരാന്നുള്ള കാര്യം ഓർമ്മ വേണം. അതുകൊണ്ട് എന്താ, കുപ്പിയുടെ മേലെ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തില് മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്ന് അച്ചടിച്ച് വെച്ചിട്ടാ നമ്മുടെ സർക്കാർ അന്തസ്സായിട്ട് മദ്യം വിൽക്കുന്നത്. പിന്നെ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഏത് പരിപാടിക്കും മൈക്ക് എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നത് മദ്യം വിഷമാണ് എന്ന് മാത്രമാണ്. എന്താ പണിക്കരെ, രാവിലെ തന്നെ ഒരു പരദൂഷണം. ഏയ്, മദ്യം നിർത്തലാക്കാനുള്ള പരിപാടികൾക്ക് ഞാനും എന്റെ സർക്കാരും തുടക്കം കുറിക്കുന്ന കാര്യം പറയായിരുന്നു. മദ്യം നിർത്തലാക്കിയാൽ തനിക്കത് മാറ്റിയെടുക്കാം, മറ്റുള്ളവർക്കത് സാധിക്കില്ലല്ലോ. ഈ മദ്യത്തെ കുറിച്ച് സംസാരിക്കുന്നവരാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ മദ്യപാനികള്. ആ വാസു, സുഖു നാളെ ബോംബെക്ക് മടങ്ങി പോവാ. അതുകൊണ്ട് എനിക്കൊരു സ്ട്രോങ് ചായ എടുക്ക. സുഖു പോണേന് വൈദ്യരെന്തിനാ ചായ കുടിക്കണേ? എന്താ, സുഖു ബോംബെക്ക് പോണോണ്ട് എനിക്ക് ചായ കുടിക്കാൻ പാടില്ലെന്നുണ്ടോ? സുഖു ബോംബെക്ക് പോകുന്നു, വൈദ്യര് ചായ കുടിക്കുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു മണ്ണാങ്കട്ടയില്ല. രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും ഊഹിക്കണ്ട. വാസു ചായ എടുക്കണു. ആ, ശശിമാമ വന്നു. ആഹാ, ഇന്ന് ശശിമാമയുടെ ടൈം ബെസ്റ്റ് ടൈം ആയിരിക്കും. ഈശ്വര, ദാ പിടിച്ചോ. അപ്പൊ താനാണ് ഈ ചോക്ലേറ്റ് ശീല ഇവനെ പഠിപ്പിച്ചത്? അപ്പുവിന്റെ കൈനീട്ടം, അതാണ് എന്റെ ഒരു ദിവസത്തിന്റെ തുടക്കം. അതിനവന് ഏറ്റവും ഇഷ്ടം എന്താന്ന് വെച്ചാ അതങ്ങോട്ട് വാങ്ങിക്കൊടുക്കുക. അല്ലേ സീതേച്ചി? അല്ല സുഖേട്ടാ, നിങ്ങൾക്ക് ബോംബെയിലെ പണി ഒഴിവാക്കി ഇവിടെ വല്ലതും ചെയ്തൂടെ? എന്റെ ശശി, ഇത് തന്നെയായിരുന്നു ഇന്നലെ തൊട്ടുള്ള ഞങ്ങളുടെ ചർച്ച. ഇവളുടെ മുഖമൊന്നും ഇപ്പഴാ തെളിഞ്ഞത്. ഇനിയും മാറുന്നതിന് മുമ്പ് നീ ഒന്ന് വണ്ടിയെടുത്തേ. പോട്ടെ, ഞാൻ അവിടെ എത്തിയോടെ വിളിക്കാം. ആ,
ഇത്തവണ കലോത്സവത്തിന് മിക്ക ഇനത്തിലും കുട്ടികളെ പങ്കെടുപ്പിക്കണമെന്ന ഹെഡ് മാസ്റ്റർ ഓർഡർ. അത്യാവശ്യം കഴിവുള്ള കുട്ടികളെ മാത്രം പങ്കെടുപ്പിച്ചാൽ മതി. ആ ഹെഡ് മാഷേ അങ്ങനെ പലതും പറയും. എന്തായാലും അപ്പുവിന് ഇത്തവണത്തെ UP വിഭാഗത്തിൽ കലാപ്രതിഭാ പട്ടം ഉറപ്പായിട്ടും കിട്ടും. നല്ല കഴിവുള്ള കുട്ടിയാവും. ഇന്ന് 5 മിനിറ്റ് നേരത്തെയാണല്ലോ ബെല്ലടിച്ചത്. മനുഷ്യനൊന്ന് നിവർന്നിരിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ആളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള അയാളുടെ ഒരു ബെല്ലടി. എന്ന് വെച്ചാൽ അയാളുടെ ഡ്യൂട്ടി അയാൾക്ക് ചെയ്യണ്ടേ അല്ലേ? ടീച്ചറെ, തിരുവാതിരയ്ക്കുള്ള കുട്ടികളെ റിഹേഴ്സൽ നടക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് അയക്കണേ. ഓ ശരി. കലോത്സവം അടുത്ത് കഴിഞ്ഞാൽ നന്ദിനി ടീച്ചർക്ക് ഊണുമില്ല ഉറക്കമില്ല അല്ലേ? ഓ, കലോത്സവത്തിന്റെ ചാർജ് എനിക്കായി പോയില്ലേ മാഷേ? അടുത്ത വർഷം ഹെഡ് മാഷ് എത്ര നിർബന്ധിച്ചാലും ഞാനില്ലേ. ഇത്രയും ടെൻഷൻ പിടിച്ചൊരു ഏർപ്പാട്.